കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ ജെന്യൂൻ ആണെങ്കിൽ 100 അല്ല 110% അപ്രൂവൽ കിട്ടാനായിട്ട് സാധ്യതയുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മളെല്ലാവരും യൂസ് ചെയ്ത് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് വരുന്ന കുറെ പേർക്കൊക്കെ റീസെന്റ് അപ്രൂവൽ കിട്ടുന്നില്ല. പല റീസൺ പറഞ്ഞ് റിജക്ട് ആവാന്നുള്ള ഒരുപാട് കമന്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. പേഴ്സണലി ഒരുപാട് പേര് വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കും കൂടെയുള്ള ഒരു വീഡിയോ ആണിത്. എന്തുകൊണ്ടാണ് നിങ്ങൾ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ റിജക്ട് ആവുന്നത്? അതിനൊരു റീസൺ ഉണ്ട്. നിങ്ങൾ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ റിജക്ട് ആവുന്ന ഒരു റീസൺ ഉണ്ടാവും. നിങ്ങൾക്ക് സിബിലൊക്കെ കറക്റ്റ് ആണ്, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണ്, എന്നിട്ട് നമ്മുടെ പ്രൊഫൈൽ റിജക്ട് ആയിപ്പോയി, നമുക്ക് അപ്രൂവൽ കിട്ടിയില്ല, ആ ട്രൈ അഗൈൻ 30 ദിവസം കഴിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്, എന്താണ് റീസൺ എന്ന് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ വൈകിപ്പിക്കാം വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ആപ്ലിക്കേഷനെ പറ്റി ഫസ്റ്റ് പറഞ്ഞു തരാം. നമ്മുടെ നവി, നമ്മളെല്ലാവരും യൂസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് നവി. അപ്പൊ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലാണ്, നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് അപ്രൂവൽ റേറ്റ് ഉള്ള നല്ല അമൗണ്ട്സ് വിത്തിൻ മിനിറ്റ്സുകൾ എല്ലാം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അരമണിക്കൂർ മതിയാവും. അരമണിക്കൂറിനുള്ളിൽ അത്രയും വലിയ എമൗണ്ട് വരെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവാനായിട്ട് സാധ്യതയുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള എമൗണ്ട്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് അത്രയും ക്യാപ്പബിലിറ്റി ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ നവി എന്ന് പറയുന്നത്. ഞാൻ തന്നെ പറഞ്ഞു, എനിക്ക് ലാസ്റ്റ് ആയിട്ട് വന്ന അപ്രൂവൽ എന്ന് പറയുന്നത് 3,90,000 രൂപയുടെ ഒരു അപ്രൂവലാണ് നമുക്ക് വന്നത്. അതും വെറും അരമണിക്കൂർ കൊണ്ട് എല്ലാ സ്റ്റെപ്സും കംപ്ലീറ്റ് ആയി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വിഡ്രോ ചെയ്യുന്ന സ്റ്റെപ്പ് വരെ ഞാൻ എത്തിയതാണ്. ഞാൻ എടുത്തിട്ടില്ല, കാരണം ഇൻട്രസ്റ്റ് ഞാൻ മറ്റൊരു കൂടുതലായിരുന്നു, ഒക്കെ കൂടി 30% മറ്റോ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളന്ന് എടുക്കാഞ്ഞത്. പക്ഷേ എമർജൻസി ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ഒരു സിബിലിനെ മാത്രം നോക്കിയിട്ട് ഇത്രയും നല്ല എമൗണ്ട്സ് തരുന്നൊരു ആപ്ലിക്കേഷൻ വേറെ ഉണ്ടാവില്ല. കാരണം നമുക്ക് ഈ എമൗണ്ട് ഒക്കെ ബാങ്കിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ സാലറി സ്ലിപ്പ് ഒരുപാട് പ്രൊസീജിയറാണ്, ഈവൻ ഹോം വെരിഫിക്കേഷൻ വരെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ എമൗണ്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ആപ്ലിക്കേഷന്റെ ക്രൈറ്റീരിയ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം, എന്തൊക്കെയാണ് അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ദെൻ നമുക്ക് അപ്രൂവൽ റിജക്ഷൻ വരുന്നതിന്റെ റീസണും പെട്ടെന്ന് അപ്രൂവൽ കിട്ടാനുള്ള ഒരു കാര്യമുണ്ട്, അത് എന്താണെന്ന് എൻഡിൽ പറഞ്ഞുതരാം. അപ്പൊ എന്താണ് ഇവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, 21 വയസ്സിനും 65 വയസ്സിനുള്ള ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ആധാർ കാർഡ്, പാൻ കാർഡ്, നല്ലൊരു സ്കോർ, ക്രെഡിറ്റ് ഹിസ്റ്ററി. അതുപോലെ സാലറിഡ് ആണെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 3 ലക്ഷം രൂപ നമുക്ക് ആനുവൽ സാലറി മിനിമം മതി. 3 ലക്ഷം ആനുവൽ സാലറി മിനിമം ആണ് പറയുന്നത്. സിബിൽ സ്കോർ ഞാൻ പറഞ്ഞു 750 ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ. അതിന് താഴെ ഉണ്ടെങ്കിൽ അപ്രൂവ് ആവാതിരിക്കത്തൊന്നുമില്ല, പക്ഷേ എമൗണ്ട്സ് അപ്രൂവ് ആവുന്നത് കുറവായിരിക്കും. അപ്പൊ ഇതാണ് ഇവരുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഈ ക്രൈറ്റീരിയയിലുള്ള ആർക്ക് വേണമെങ്കിലും ആപ്ലിക്കേഷനിൽ ഇവരെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇത് നമ്മൾ കാണിച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലാണ്, നമുക്ക് അപ്രൂവ് ആയ എമൗണ്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ഇത് കിട്ടാനുള്ള ഒരു ട്രിക്ക് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിജക്ഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതെന്താണെന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും നമുക്ക് വന്ന ക്യാഷ് ലോൺ, ഇതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റും. കണ്ടോ, നമ്മുടെ EMI എമൗണ്ട്, നമ്മൾ എടുത്ത എമൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ലോൺ സ്റ്റേറ്റ്മെന്റ്, ലോൺ എഗ്രിമെന്റ്, സാങ്ഷൻ ലെറ്റർ, ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ലോൺ സെക്ഷൻ, താഴത്തോട്ടുള്ള ലോൺ സെക്ഷൻ ഉണ്ട്, അത് പോവുകയാണെങ്കിൽ നമ്മുടെ പാസ് ലോൺസ് അടക്കം നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് ക്ലോസ് ചെയ്ത ലോൺസ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഒരുപാട് ലോൺസ് ഇന്ന് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടോ 1,50,000 നമ്മൾ ക്ലോസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ 50,000-ന്റെ 40,000-ന്റെ ഒക്കെ നമ്മൾ എടുത്ത ലോൺസ് ആണ്. ഇതൊക്കെ നമുക്ക് ഇതിൽ അപ്രൂവൽ കിട്ടിയിട്ടുള്ള ലോൺസ് ആണ്. നല്ല എമൗണ്ട്സ് അപ്രൂവ് ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നല്ല എമൗണ്ട്സ് തന്നെ നമുക്ക് നവിയിൽ അപ്രൂവൽ കിട്ടും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് റിജക്ഷൻ വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് മിസ്മാച്ച് ആണ്. ഇപ്പൊ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രവണതയാണ്, അതായത് അപ്ലൈ ചെയ്യുന്ന എല്ലാവരും ഫസ്റ്റ് സാലറി ചോദിക്കുമ്പോൾ 30,000 രൂപയ്ക്ക് സാലറി അടിച്ചു കൊടുക്കും. പക്ഷെ അത്ര ഒരു എമൗണ്ട് ഒന്നും ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവാറില്ല. കാരണം ഇവർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്പോട്ട് റിജക്ഷൻ വരും. കാരണം നമ്മൾ കൊടുത്ത തെറ്റാണ് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽ, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത വിവരം ഫോൾസ് ആണ്. അപ്പോൾ സ്പോട്ട് റിജക്ട് ചെയ്യും. കാരണം അവർ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കസ്റ്റമർ എത്രത്തോളം ജെന്യൂൻ ആണെന്ന് തന്നെയാണ് അവർ നോക്കുന്നത്. കസ്റ്റമർ ജെന്യൂൻ അല്ലെങ്കിൽ സ്പോട്ട് റിജക്ഷൻ വരും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് അത്രയും പെർഫെക്റ്റ് ആവാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ 15,000 രൂപയാണ് പെർമനന്റ് റവന്യൂ വരുമാനമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ കൊടുക്കുക. കൂടുതലുണ്ട് എന്നവരെ കാണിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം അവർ അത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ OTP ത്രൂ നമ്മുടെ അക്കൗണ്ട് വെച്ച് ചെയ്യുന്നത്. അപ്പൊ അത് മനസ്സിലാക്കുക. തെറ്റായ ഇൻഫർമേഷൻ ഒരിക്കലും കൊടുക്കരുത്. അപ്പൊ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്ന ഈവൻ അഡ്രസ് അടക്കം കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പിന്നെ ഇതിൽ റിജക്ഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഈ ചില ലൊക്കേഷൻസ് ഒക്കെ റിജക്ഷൻ വരാറുണ്ട്, ചില പിൻകോഡ്സിലൊക്കെ റിജക്ഷൻ വരാറുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ അപ്രൂവൽ കിട്ടാനുള്ള ഒരു ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ ഇവിടെ ആപ്ലിക്കേഷൻ UPI സർവീസുകളൊക്കെ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാം. ഇവിടെ ആപ്ലിക്കേഷൻ നല്ലപോലെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, UPI പേയ്മെന്റ്സ് നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് ഇവർ ഇവിടെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ നല്ലപോലെ നമ്മുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല എമൗണ്ട്സ് അപ്രൂവൽ കിട്ടാൻ സാധ്യതയാണ്. അപ്പൊ ഈ കുറച്ച് കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് റിജക്ഷൻ വരാതിരിക്കാനും അപ്രൂവൽ കിട്ടാനും കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.